മാള ഡിസോൺ കലോത്സവത്തിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ 3 KSU പ്രവർത്തകർ റിമാൻഡിൽ. KSU ക്രിമിനൽ സംഘങ്ങളെ വിദ്യാർത്ഥികളെ അണിനിരത്തി നേരിടുമെന്ന് SFI അഖിലേന്ത്യാ പ്രസിഡന്റ് സാനു. ഡിസോൺ കലോത്സവത്തിലെ അക്രമം CPM ജില്ലാ നേതൃത്വത്തിന്റെ അറിവോടെയാണെന്ന് കോൺഗ്രസ്. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അപ്രതീക്ഷിതമായി വൈദ്യുതി നിലച്ചതുമൂലം പോസ്റ്റ്മോർട്ടം മണിക്കൂറുകളോളം വൈകി. KSEBയുടെ ഭൂഗർഭ കേബിൾ പൊട്ടിയതാണ് വൈദ്യുതി നിലയ്ക്കാൻ കാരണം. കൊറിയർ വഴി വിവിധ സംസ്ഥാനങ്ങളിലേക്ക് കഞ്ചാവ് കടത്തിയ മുഖ്യപ്രതിയെ തൃശൂർ സിറ്റി പോലീസ് ലഹരിവിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു. മുംബൈ സ്വദേശി യോഗേഷ് ഗണപത് റാങ്കഡെയാണ് അറസ്റ്റിലായത്. കുട്ടനെല്ലൂരിൽ പ്രണയത്തിൽ നിന്നും പിന്മാറിയതിന് യുവാവ് പെൺകുട്ടിയുടെ വീട്ടിലെത്തി തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു. കണ്ണാറ സ്വദേശി അർജുൻ ലാലാണ് മരിച്ചത്. ബഹിരാകാശ രംഗത്ത് പുതുചരിത്രമെഴുതി ഇന്ത്യ. ISROയുടെ 100ാം വിക്ഷേപണം വിജയകരം. വാർത്തകൾ വിശദമായി. ഡിസോൺ കലോത്സവത്തിൽ SFI നേതാക്കളെ ആക്രമിച്ച കേസിൽ 3 KSU നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സുദേവ്, സംസ്ഥാന ട്രഷറർ സച്ചിൻ എന്നിവരാണ് അറസ്റ്റിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. SFI നേതാക്കളുടെ പരാതിയിൽ KSU പ്രവർത്തകർക്കെതിരെ വധശ്രമം ഉൾപ്പെടെ വിവിധ വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരുന്നു. തിങ്കളാഴ്ച രാത്രിയാണ് മാള ഹോളി ഗ്രേസിൽ നടന്ന ഡിസോൺ കലോത്സവത്തിൽ സംഘർഷമുണ്ടായത്. സംഘർഷത്തിൽ 20ഓളം പ്രവർത്തകർക്ക് പരിക്കേറ്റിരുന്നു. അതേസമയം കലോത്സവത്തിനിടെയുണ്ടായ സംഘർഷത്തിന് ശേഷം രക്ഷപ്പെടുന്നതിനായി KSU പ്രവർത്തകർ ആംബുലൻസ് ദുരുപയോഗം ചെയ്തെന്നാരോപിച്ച് SFI പ്രവർത്തകർ രംഗത്തെത്തി. KSU പ്രവർത്തകർ ആംബുലൻസിന്റെ ഉള്ളിൽ നിന്നുമെടുത്ത സെൽഫി SFI പ്രവർത്തകർ പുറത്തുവിട്ടു. എന്നാൽ SFI പുറത്തുവിട്ട ഫോട്ടോ വ്യാജമാണെന്ന് KSU പ്രവർത്തകർ പറഞ്ഞു. കോൺഗ്രസും യൂത്ത് കോൺഗ്രസും മുസ്ലിം ലീഗും കയറൂരിവിട്ട ക്രിമിനൽ സംഘങ്ങളാണ് KSUവും MSFുമെന്ന് SFI അഖിലേന്ത്യാ പ്രസിഡന്റ് VP സാനു പറഞ്ഞു. മാള ഡിസോൺ കലോത്സവത്തിലെ KSU പ്രവർത്തകരുടെ മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് SFI തൃശൂരിൽ നടത്തിയ പ്രകടനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തീക്കട്ടയിലാണ് ഉറുമ്പരിച്ചിരിക്കുന്നത്. ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും. അടിക്ക് തിരിച്ചടി അറിയാത്തവരല്ല SFIക്കാർ. KSU ക്രിമിനൽ സംഘങ്ങളെ കേരളത്തിലെ വിദ്യാർത്ഥികളെ അണിനിരത്തി നേരിടുമെന്നും സാനു പറഞ്ഞു. ആളുകളെ കൂട്ടം കൂടി വട്ടം വളഞ്ഞ് അടിക്കുക എന്ന് പറയുന്നത് ആൾക്കൂട്ട വിചാരണയും ആൾക്കൂട്ട കൊലപാതകവും ഒക്കെ നമ്മൾ ഉത്തരേന്ത്യയിൽ കണ്ടിട്ടുണ്ട്. സമാനമായിട്ടുള്ള ഇതിന് നേതൃത്വം കൊടുക്കുന്ന ആളാണ് KSUവിന്റെ ജില്ലാ സെക്രട്ടറി. എല്ലാ പ്രവർത്തനത്തിനും അനുകൂലവും സമാനവുമായിട്ടുള്ള ഒരു പ്രതിപ്രവർത്തനം ഉണ്ട്. പക്ഷെ ഞങ്ങളുടെ പ്രതിപ്രവർത്തനം അത് ഈക്വൽ ആയിരിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കി പോകണം. അതിന്റെ ഗ്രാവിറ്റി താങ്ങാനുള്ള ശേഷി കേരളത്തിലെ KSUക്കാർക്ക് ഉണ്ടാവില്ല എന്നുള്ളത് മനസ്സിലാക്കി പോകണം. ഞങ്ങളുടെ പ്രവർത്തകരെ കൊലയാളികളാക്കാൻ വേണ്ടി വിടുന്നവരല്ല. ഞങ്ങളുടെ പ്രവർത്തകരെ ആക്രമിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നവരല്ല. പക്ഷേ അടിച്ചാൽ തിരിച്ചടിക്കണമെന്ന് ഞങ്ങളുടെ പ്രവർത്തകരെ ഒരു കമ്മിറ്റിയും കൂടി തീരുമാനിക്കേണ്ടതില്ല. അത് ചെയ്തോളും. അത് പഠിക്കാത്തവൻ ഈ സംഘടനയിൽ ഉണ്ടാവുകയില്ല. തിരിച്ചടിക്കാൻ ശേഷിയുള്ളവർ തന്നെയാണ് ഞങ്ങൾ. പക്ഷേ ആ അടി അതുപോലെ ഞങ്ങൾ തിരിച്ചടിക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ ഈ കേരളത്തിൽ നിന്ന് വാലും പൊക്കി ഓടേണ്ടി വരും. KSU ആയാലും MSF ആയാലും അതിന്റെ അപ്പുറത്തെ സംഘടനയായാലും നിരവധി ക്യാമ്പസുകളിൽ നിരന്തരമായി അക്രമത്തിന് വേട്ടയാടലുകൾക്ക് ഇരയായിട്ടുള്ള ഞങ്ങൾ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ അക്രമികളായി ഞങ്ങളെ ചിത്രീകരിക്കുന്നതിൽ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ട് എന്നുള്ളത് ഞങ്ങൾക്കറിയാം. അത് ഞങ്ങൾ തിരിച്ച് മാധ്യമങ്ങളോടും പറയാനുണ്ട്. നിങ്ങൾ ആ നിഷ്പക്ഷത എല്ലാ ഘട്ടത്തിലും പാലിച്ചോ. അതല്ലാതെ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും അർത്ഥത്തിലുള്ള പ്രതിരോധം ഉണ്ടാകുമ്പോൾ അത് അക്രമമാണ് എന്ന് ചിത്രീകരിക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ നിങ്ങളും കേരള പൊതുസമൂഹത്തോട് മറുപടി പറയേണ്ടി വരും. അല്ലെങ്കിൽ ഞങ്ങൾ പറയിക്കും. ഇത്തരം വിദ്യാർത്ഥി സംഘർഷങ്ങളെ ഏകപക്ഷീയമായി സമീപിക്കുന്ന വലതുപക്ഷ മാധ്യമങ്ങളെ ജനം തിരിച്ചറിയുമെന്നും സാനു കൂട്ടിച്ചേർത്തു. സ്വരാജ് റൗണ്ട് ചുറ്റി ശക്തൻ നഗറിലെ മാധ്യമ സ്ഥാപനത്തിലേക്ക് നടത്തിയ പ്രകടനം ശക്തൻ മാർക്കറ്റിന് സമീപം പോലീസ് വടം കെട്ടി തടഞ്ഞു. വിദ്യാർത്ഥിനികൾ അടക്കം നിരവധി പേർ പ്രകടനത്തിൽ പങ്കെടുത്തു. SFI ജില്ലാ പ്രസിഡന്റ് R വിഷ്ണു, കേന്ദ്ര കമ്മിറ്റി അംഗം ഹസൻ മുബാറക്, നേതാക്കളായ E അഫ്സൽ, KU സരിത തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. KSU നേതാക്കളുടെ വീടുകളിൽ കയറി ഭീഷണിപ്പെടുത്തിയ SFI DYFI പ്രവർത്തകർക്കെതിരെ നടപടിയെടുക്കണമെന്ന് കോൺഗ്രസ്. മാളയിലെ ഡിസോൺ കലോത്സവത്തിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട്
KSU പ്രവർത്തകരായ ആദിത്യൻ, നിഹാൽ റഹ്മാൻ എന്നിവരുടെ വീടുകളിൽ കയറി കഴിഞ്ഞ ദിവസം രാത്രി SFI, DYFI പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. പ്രതികൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് DCC ജനറൽ സെക്രട്ടറിമാരായ K. അജിത് കുമാർ, PJ രാജു, മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ, ശശി മംഗലം എന്നിവർ ആവശ്യപ്പെട്ടു. ഇത് സ്ഥിരം SFIയുടെ ഒരു പരിപാടിയാണ്. അപ്പം അന്ന് കലോത്സവത്തിൻ്റെ സംഘാടനത്തിൻ്റെ ഭാഗമായി അവിടെ ഉണ്ടായിരുന്ന ആദിത്യൻ വടക്കാഞ്ചേരിക്കാരനായ KSU ജില്ലാ സെക്രട്ടറിയാണ്. ആദിത്യൻ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് ആദിത്യനെ പ്രതിയാക്കി കേസെടുത്തിട്ടുണ്ട്. ഇന്നലെ രാത്രി ഏതാനും SFIക്കാർ ഇത് ആദിത്യൻ്റെ വീടിന് മുന്നിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇവിടെ വന്ന് അച്ഛനെ അമ്മയും ഭീഷണിപ്പെടുത്തുക, ഇനി മകൻ തിരിച്ചു വരില്ല, നിങ്ങളെ ഞങ്ങൾ ശരിയാക്കും, അങ്ങനെ SFIയോട് കളിക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നലെ രാത്രിക്കാണ് ഇവിടെ വന്ന് ഭീഷണിപ്പെടുത്തി. SFI ഒരു ഗുണ്ട സംഘടന, ക്രിമിനൽ സംഘടനയായിട്ട് മാറിയിരിക്കുകയാണ്. ഞങ്ങൾ അതിശക്തമായി SFIയുടെ ഈ അതിക്രമങ്ങളിൽ പ്രതിഷേധിക്കുകയാണ്. ആദിത്യൻ്റെ കുടുംബത്തിന് ആവശ്യമായ എല്ലാ പ്രൊട്ടക്ഷനും കോൺഗ്രസ് പാർട്ടി കൊടുക്കും. SFIക്കാർ അന്യായമായി അക്രമം നടത്തിയാൽ ശക്തമായി തിരിച്ചടിക്കുമെന്നും വ്യാജ പ്രചാരണങ്ങളും വിദ്യാർത്ഥികളോട് അക്രമവും കാണിക്കുന്ന അണികളെ നിലയ്ക്ക് നിർത്താൻ SFI സംസ്ഥാന നേതൃത്വം തയ്യാറാകണമെന്നും KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ മാളയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KSU പ്രവർത്തകർ ആംബുലൻസിന്റെ ഉള്ളിൽ നിന്നും എടുത്ത രീതിയിൽ SFI പ്രവർത്തകർ പ്രചരിപ്പിക്കുന്ന ഫോട്ടോ വ്യാജമാണെന്ന് TN പ്രതാപൻ പറഞ്ഞു. സോഷ്യൽ മീഡിയയിൽ ഒരു ആംബുലൻസിൽ സെൽഫി എടുത്തിട്ട് കാണിക്കുന്നത്, അത് ആംബുലൻസില്ല. മാളയിലെ ആംബുലൻസിൽ ഫാനില്ല. മാള മഹൽ കമ്പനിയുടെ ആംബുലൻസ് AC എയർ കണ്ടീഷൻ ആംബുലൻസാണ്. അതിൽ ഫാനില്ല. ഫാനിലുള്ള ഒരു ആംബുലൻസിൽ സെൽഫിയാണ് കാണിക്കുന്നത്. അപ്പോൾ വ്യാജമായ കുറേ സെൽഫികൾ പ്രചരിപ്പിക്കുക, മനഃപൂർവ്വം ആളുകളെ കുട്ടികളെ പ്രതികളാക്കാൻ വേണ്ടി ശ്രമിക്കുക, അങ്ങനെയൊക്കെ ഒരു ബോധപൂർവമായ ശ്രമം നടത്തുന്നുണ്ട്. അതുകൊണ്ട് SFIയുടെ സംസ്ഥാന നേതൃത്വത്തോട് പറയാനുള്ളത്, SFIയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയും സംസ്ഥാന നേതൃത്വവും ഈ കാര്യത്തിൽ സ്വന്തം അണികളെ, വിദ്യാർത്ഥികളോട് ക്രൂരത കാണിച്ച സ്വന്തം അണികളെ തിരുത്താൻ വേണ്ടി SFIയുടെ സ്റ്റേറ്റ് നേതൃത്വം, സ്റ്റുഡന്റ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവർ തയ്യാറാകണമെന്ന് അഭ്യർത്ഥിക്കുക. ഡിസോൺ കലോത്സവം അലങ്കോലമാക്കാൻ ശ്രമിച്ച SFI പ്രവർത്തകരെ തടഞ്ഞതിന്റെ പേരിൽ ജില്ലയിലെ ക്യാമ്പസുകളിൽ KSUവിനെ ആക്രമിച്ച് ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ കയ്യും കെട്ടി നോക്കിയിരിക്കില്ലെന്ന് DCC ആക്ടിംഗ് പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ MP. തൃശൂരിൽ SFIയുടെ താലിബാനിസം നടപ്പിലാക്കാൻ അനുവദിക്കില്ല. നാളിതുവരെ കൈയടക്കി വെച്ച കലാലയ ഭരണവും കോളേജ് യൂണിയനുകളും നഷ്ടപ്പെടുന്നതിൽ വിരളി കൊണ്ടാണ് ക്യാമ്പസുകളിൽ SFI അക്രമം അഴിച്ചുവിടുന്നതെന്ന് VK ശ്രീകണ്ഠൻ MP പറഞ്ഞു. ഡിസോൺ കലോത്സവവുമായി ബന്ധപ്പെട്ട് ജില്ലയിലുണ്ടായ അക്രമം CPM ജില്ലാ നേതൃത്വത്തിന്റെ അറിവോടെയാണെന്ന് കോൺഗ്രസ് നേതാക്കളായ ജോസ് വള്ളൂർ, അനിൽ അക്കര എന്നിവർ ആരോപിച്ചു. തൃശൂർ DCC ഓഫീസിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും. ഡിസോണിൽ നടന്ന അക്രമത്തിന്റെ മറവിൽ ജില്ലയിലെ വിവിധ ക്യാമ്പസുകളിൽ KSU പ്രവർത്തകർക്കെതിരെ DYFI പ്രവർത്തകർ വ്യാപകമായി അക്രമം നടത്തുന്നുവെന്നും അക്രമം തുടർന്നാൽ ശക്തമായി നേരിടുമെന്നും നേതാക്കൾ പറഞ്ഞു. മന്ത്രി R. ബിന്ദുവിന്റെ നേതൃത്വത്തിൽ കലോത്സവം അട്ടിമറിക്കാൻ CPM നടത്തിയ പങ്ക് അന്വേഷിക്കണമെന്നും CPM ജില്ലാ സമ്മേളനത്തിന്റെ ചർച്ച വഴിമാറ്റാനാണ് ഇത്തരമൊരു അക്രമമെന്ന് സംശയിക്കുന്നതായും നേതാക്കൾ പറഞ്ഞു. അക്രമകാരികളായ DYFI, SFI പ്രവർത്തകർക്കെതിരെ കേസെടുത്തില്ലെങ്കിൽ പോലീസിനെതിരെ ശക്തമായ സമരപരിപാടികൾക്ക് കോൺഗ്രസ് നേതൃത്വം നൽകുമെന്നും മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, അനിൽ അക്കര എന്നിവർ പറഞ്ഞു. അത് ശരിയല്ല എന്ന് പറഞ്ഞ് അതിനെതിരെ പ്രതികരിച്ച ഡിസോണിന്റെ സംഘാടക സമിതിയുടെ ഒരു പ്രവർത്തകനായ കൈലാഷിനെയാണ് ആദ്യം SFIക്കാർ 28-ാം തീയതി വൈകുന്നേരം മർദ്ദിച്ചത്. അത് ചോദ്യം ചെയ്തതിന് ശേഷമാണ് പിന്നീട് കൂട്ടടി നടന്നത്. നിർഭാഗ്യവശാൽ KSUക്കാരുടെ പേരിൽ മാത്രമാണ് കേസ്. KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ ഉൾപ്പെടെ KSU നേതാക്കന്മാരുടെ പേരിൽ നോൺ ബെയിലബിൾ ഒഫൻസ് ചാർജ് ചെയ്ത് വലിയ വകുപ്പുകളെടുത്ത് അവരുടെ പേരിൽ കേസെടുത്തിരിക്കുന്നു. മാള അഷ്ടമിച്ചിറയിൽ കുടുംബ വഴക്കിനെ തുടർന്ന് ഭർത്താവ് ഭാര്യയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. പഴമ്പിള്ളി വീട്ടിൽ വാസനാണ് ഭാര്യ ഗ്രീഷ്മയെ വെട്ടിയത്. കൈക്കും കാലിലും ഗുരുതരമായി പരിക്കേറ്റ ഗ്രീഷ്മയെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബുധനാഴ്ച രാത്രിയാണ് സംഭവം. വാസനെ മാള പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി രാജീവ് ചേരുന്നു. രാജീവ്, എന്താണ് കാരണമായിട്ട് പറയുന്നത്? എത്രത്തോളം ഗുരുതരമാണ് ഗ്രീഷ്മയുടെ പരിക്ക്? ശ്രീഷ്മയുടെ പരിക്ക് എപ്പോഴും ഗുരുതരമായി തുടരുകയാണ്. അബോധാവസ്ഥയിലാണ് ഇപ്പോൾ ശ്രീഷ്മ.
ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. അമ്പഴക്കാട് പ്രദേശത്ത് പൊടികൾ നിർമ്മിക്കുന്ന ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരിയാണ് ശ്രീഷ്മ. ഭർത്താവ് വെട്ടാനുണ്ടായ കാരണം ഇപ്പോഴും വ്യക്തമല്ല. കൈക്കും കാലിനുമാണ് വെട്ടേറ്റിട്ടുള്ളത്. കൃത്യമായി പറഞ്ഞാൽ അറ്റുപോകുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. കാലും കൈയും അറ്റുപോകുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളതെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ്. ബൈജു. ശരി, രാജീവാണ് വിവരങ്ങൾ നൽകിയത്. മാള അഷ്ടമിച്ചിറയിൽ കുടുംബ വഴക്കിനെ തുടർന്ന് ഭർത്താവ് ഭാര്യയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു എന്നുള്ള വാർത്തയാണ് ലഭിക്കുന്നത്. ശ്രീഷ്മയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുതരമായ പരിക്കാണ് ശ്രീഷ്മയ്ക്കുള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത്. മറ്റു വാർത്തകളിലേക്ക്. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അപ്രതീക്ഷിതമായി വൈദ്യുതി നിലച്ചതും ജനറേറ്റർ തകരാറിലായതും മൂലം മണിക്കൂറുകളോളം പോസ്റ്റ്മോർട്ടം നടപടികൾ തടസ്സപ്പെട്ടു. വൈദ്യുതി തകരാർ താൽക്കാലികമായി പരിഹരിച്ച് ഉച്ചയ്ക്ക് ശേഷമാണ് പോസ്റ്റ്മോർട്ടം ആരംഭിക്കാനായത്. മുന്നറിയിപ്പില്ലാതെ KSEBയുടെ വൈദ്യുതി വിതരണം നിലച്ചതാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ മണിക്കൂറുകളോളം വൈകാൻ ഇടയാക്കിയത്. ഇതിനിടയിൽ പോസ്റ്റ്മോർട്ടം വിഭാഗത്തിലെ ജനറേറ്ററും പ്രവർത്തിക്കാത്തതിനാൽ ബുധനാഴ്ച രാവിലെ 10 മണിക്ക് ആരംഭിക്കേണ്ട പോസ്റ്റ്മോർട്ടം ജനറേറ്ററിന്റെ തകരാർ താൽക്കാലികമായി പരിഹരിച്ച് ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് ആരംഭിച്ചത്. ഉച്ചയ്ക്ക് ശേഷം KSEB അധികൃതർ വൈദ്യുതി തകരാർ താൽക്കാലികമായി പരിഹരിച്ചെങ്കിലും ഏതാനും സമയത്തിന് ശേഷം വീണ്ടും തടസ്സപ്പെട്ടു. മറ്റ് വിഭാഗങ്ങളിലെല്ലാം ജനറേറ്റർ പ്രവർത്തിച്ചതിനാൽ ആശുപത്രിയുടെ പ്രവർത്തനത്തെ വൈദ്യുതി തടസ്സം ബാധിച്ചില്ല. ഇതിനിടയിൽ അപകടത്തിൽ മരണമടഞ്ഞ വ്യക്തിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പോലീസിന്റെ ആവശ്യപ്രകാരം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ആലോചനകൾ നടത്തിയെങ്കിലും അവസാനം മെഡിക്കൽ കോളേജിൽ തന്നെ പോസ്റ്റ്മോർട്ടം നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. തുടർന്ന് ഡോക്ടർ ഉന്മേഷിന്റെ നേതൃത്വത്തിൽ 3 മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകി. പോസ്റ്റ്മോർട്ടം വൈകിയത് മൂലം മുൻ നിശ്ചയിച്ച പ്രകാരം നടത്താനിരുന്ന സംസ്കാര ചടങ്ങുകളെല്ലാം വൈകുന്ന സാഹചര്യവുമുണ്ടായി. മെഡിക്കൽ കോളേജ് അധികൃതരുടെ അനാസ്ഥയാണ് ഇത്തരം അനിശ്ചിതത്വം ഉണ്ടാകാൻ ഇടയാക്കിയതെന്നും ഇക്കാര്യത്തിൽ ശക്തമായ സമരവും പ്രതിഷേധവും ഉണ്ടാകുമെന്നും ആശുപത്രി വികസന സമിതി അംഗം രാജേന്ദ്രൻ അരങ്ങത്ത് പറഞ്ഞു. നിരവധി മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് കാത്തുകിടക്കുമ്പോൾ ശവസംസ്കാര സമയം നിശ്ചയിച്ചിട്ട് അവൻ്റെ ബന്ധുക്കളും അതുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കളും വളരെ പ്രതിസന്ധിയിലൂടെയാണ് പോകുന്നത്. മെഡിക്കൽ കോളേജ് അധികാരികളുടെ കറണ്ട് ഇല്ലെങ്കിലും അവിടെ ജനറേറ്റർ പ്രവർത്തിപ്പിക്കാവുന്ന സാഹചര്യമാണ് എല്ലാ സമയങ്ങളിലും ഉണ്ടാകാറ്. ഇത് ജനറേറ്റർ പോലും കേടായ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു ദുരനുഭവം ഉണ്ടാകുന്നത് വേദനാജനകമാണ്. ബന്ധപ്പെട്ട അധികാരികളുടെ അനാസ്ഥയാണ് ഈ വിഷയം ഇത്രയും വഷളാക്കാനുള്ള കാരണം. അതേസമയം ശനിയാഴ്ച റിപ്പോർട്ട് ചെയ്ത ജനറേറ്ററിന്റെ തകരാർ ചൊവ്വാഴ്ച ബാറ്ററി ചാർജ് ചെയ്ത് പരിഹരിച്ചിരുന്നുവെങ്കിലും ജനറേറ്റർ പ്രവർത്തിപ്പിച്ചപ്പോൾ ചാർജ് ഇറങ്ങിയതായും അപ്രതീക്ഷിതമായി ആശുപത്രിയിലും പരിസരങ്ങളിലും KSEBയുടെ വൈദ്യുതി ബന്ധം നിലച്ചതുമാണ് ഇത്തരമൊരു പ്രതിസന്ധിക്ക് ഇടയാക്കിയതെന്നും 2 മണിക്കൂറോളം മാത്രമാണ് പ്രതിസന്ധി ഉണ്ടായതെന്നും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ അശോകൻ അറിയിച്ചു. JCB ഉപയോഗിച്ച് വർക്ക് നടത്തുന്നതിനിടെ KSEBയുടെ ഭൂഗർഭ കേബിൾ പൊട്ടിയതാണ് വൈദ്യുതി പ്രതിസന്ധിക്ക് ഇടയാക്കിയതെന്നാണ് വിവരം. TCV ന്യൂസ്, തൃശൂർ. കൊറിയർ വഴി വിവിധ സംസ്ഥാനങ്ങളിലേക്ക് കഞ്ചാവ് കടത്തിയ മുഖ്യപ്രതിയെ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ലഹരി വിരുദ്ധ സ്ക്വാഡും ഈസ്റ്റ് പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തു. മുംബൈ സ്വദേശി യോഗേഷ് ഗണപത് റാങ്കഡെ ആണ് അറസ്റ്റിലായത്. മുംബൈയിൽ നിന്നാണ് പ്രതി പിടിയിലായത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 18-ന് തൃശൂർ കൊക്കാലയിലെ കൊറിയർ സ്ഥാപനത്തിലേക്ക് വന്ന പാഴ്സലിൽ നിന്ന് 4 കിലോ കഞ്ചാവ് പിടികൂടിയിരുന്നു. തുടരന്വേഷണത്തിൽ ജിംനേഷ്യം ഉടമ നെടുപുഴ സ്വദേശി വിഷ്ണുവിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. വിഷ്ണുവിനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് മുംബൈ വഴിയുള്ള കഞ്ചാവ് കടത്തിനെക്കുറിച്ച് അന്വേഷണ സംഘത്തിന് വിവരം ലഭിക്കുന്നത്. തുടർന്നുള്ള അന്വേഷണത്തിലാണ് കൊറിയർ ദാദ എന്ന് വിളിക്കുന്ന യോഗേഷ് ഗണപത് മുംബൈയിൽ നിന്ന് പോലീസ് പിടിയിലാകുന്നത്. SIമാരായ ബിബിൻ പി നായർ, NB സുനിൽകുമാർ, ലഹരിവിരുദ്ധ സ്ക്വാഡ് അംഗങ്ങളായ PV ജീവൻ, പ്രതീഷ് കുമാർ തുടങ്ങിയവർ പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. പ്രണയത്തിൽ നിന്നും പിന്മാറിയതിന് യുവാവ് പെൺകുട്ടിയുടെ വീട്ടിലെത്തി തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു. കണ്ണാറ ശാന്തിനഗർ സ്വദേശി ഒലിയാനിക്കൽ വീട്ടിൽ അർജുൻ ലാലാണ് മരിച്ചത്. തൃശൂർ കുട്ടനെല്ലൂരിലെ പെൺകുട്ടിയുടെ വീട്ടിൽ വെച്ച് ചൊവ്വാഴ്ച രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം. പെൺകുട്ടിയും യുവാവും ഒരേ സ്കൂളിൽ പഠിച്ചവരാണ്. ഇരുവരും പ്രണയത്തിലായിരുന്നു. എന്നാൽ കഴിഞ്ഞ 1 വർഷമായി ഇവർ തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. ഇതിനിടെ കഴിഞ്ഞ ദിവസം യുവാവ് യുവതിയുടെ ഫോട്ടോ സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചിരുന്നു. ഇത് ചോദ്യം ചെയ്തതോടെ യുവാവ് വീട്ടിലെത്തി ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണി മുഴക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് യുവാവ് യുവതിയുടെ വീട്ടിലെത്തി വീടിന്റെ ജനൽ ചില്ലുകൾ എറിഞ്ഞുടച്ച ശേഷം ദേഹത്ത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത്.
വിവരമറിഞ്ഞ് ഒല്ലൂർ പോലീസ് യുവാവിനെ ജൂബിലി മിഷൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ബഹിരാകാശ രംഗത്ത് ISROയിലൂടെ പുതുചരിത്രമെഴുതി ഇന്ത്യ. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുള്ള ഇസ്രോയുടെ 100ാം വിക്ഷേപണ ദൗത്യം വിജയത്തിലെത്തിച്ചു. രാവിലെ 6:23 രണ്ടാം നമ്പർ ലോഞ്ച് പാഡിൽ നിന്ന് കുതിച്ചുയർന്ന GSLV F-15 റോക്കറ്റ് രണ്ടാം തലമുറ ഗതി നിർണായക ഉപഗ്രഹമായ NVS-02 വിജയകരമായ ഭ്രമണപഥത്തിൽ വിന്യസിച്ചു. ഇന്ത്യയുടെ സ്വന്തം നാവിഗേഷൻ സംവിധാനമായ നാവിക് ശൃംഖലയുടെ ഭാഗമായാണ് NVS-02 സാറ്റലൈറ്റ്. മലയാളിയായ തോമസ് കുര്യനായിരുന്നു മിഷൻ ഡയറക്ടർ എന്നത് കേരളത്തിനും ഏറെ അഭിമാനകരമായി മാറി. ഇരിഞ്ഞാലക്കുട കരൂപ്പടനിയിൽ ഗൃഹനാഥന്റെ മുഖത്ത് മുളക് പൊടിയെറിഞ്ഞ് ആക്രമിച്ച സംഭവത്തിൽ 2 പേർ അറസ്റ്റിലായി. മതിലകം സ്വദേശി കൊതുവിൽ വീട്ടിൽ താജുദ്ദീൻ, മണ്ണുത്തി സ്വദേശി പണിക്ക് വീട്ടിൽ നൌഫൽ എന്നിവരെയാണ് ഇരിഞ്ഞാലക്കുട DYSP KG സുരേഷ്, ഇൻസ്പെക്ടർ അനീഷ് കരീം എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. 20-ാം തീയതി പുലർച്ചെയാണ് കേസിനാസ്പദമായ സംഭവം. കരൂപ്പടനിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന തളിക്കുളം സ്വദേശി കല്ലിപ്പറമ്പിൽ വീട്ടിൽ സാദിഖിനെയാണ് പ്രതികൾ ആക്രമിച്ചത്. വ്യക്തിവൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. SIമാരായ CM ക്ലീറ്റസ്, P ജയകൃഷ്ണൻ, ASI സൂരജ് V ദേവ്, സീനിയർ CPOമാരായ ES ജീവൻ തുടങ്ങിയവർ പ്രതികളെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. ബസ്സിലേക്ക് ഓടിക്കയറുന്നതിനിടെ കാൽ വഴുതി വീണ് ബസ്സിനടിയിൽപ്പെട്ട് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കണ്ടക്ടർ മരിച്ചു. എളവള്ളി പറയ്ക്കാട് സ്വദേശി പനങ്ങനാട്ട് പീതാംബരന്റെ മകൻ 39 വയസ്സുള്ള ധനേഷാണ് മരിച്ചത്. തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. ഗുരുവായൂർ മറ്റം തൃശൂർ റൂട്ടിലോടുന്ന ജഗന്നാഥ് ബസ്സിലെ കണ്ടക്ടറായിരുന്നു. ചൊവ്വാഴ്ച രാവിലെ എളവള്ളി കടവല്ലൂർ ബസ് സ്റ്റോപ്പിലാണ് അപകടമുണ്ടായത്. യാത്രക്കാർ കയറിയതിനു ശേഷം വിസിലടിച്ച് ബസിന്റെ മുൻവാതിൽ വഴി ഓടിക്കയറിയതായിരുന്നു. പെട്ടെന്ന് കാൽ വഴുതി വീണതിനെ തുടർന്ന് ബസിന്റെ പിൻചക്രം കയറിയിറങ്ങിയാണ് അപകടം. തൃശൂർ അതിരൂപതയ്ക്ക് പുതിയ വികാരി ജനറൽ. ഫാദർ ജെയ്സൺ കൂനംപ്ലാക്കലിനെ പുതിയ വികാരി ജനറലായി നിയമിച്ചു. പള്ളിക്കുന്ന് പള്ളി വികാരിയായിരിക്കെയാണ് പുതിയ നിയമനം. തൃശൂർ അതിരൂപത ഫിനാൻസ് ഓഫീസറായി ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്തിനെയും വൈസ് ചാൻസലറായി ഫാദർ ഷിജോ ചിരിയങ്കണ്ടത്തിനെയും നിയമിച്ചു. 143 വൈദികരെ മാറ്റി നിയമിച്ചു. പുതിയ നിയമനം ഫെബ്രുവരി 5 മുതൽ പ്രാബല്യത്തിൽ വരും. ഫുട്ബോളിൽ കഴിവുള്ളവരെ കണ്ടെത്തി മതിയായ പരിശീലനം നൽകിയാൽ 25 വർഷത്തിനുള്ളിൽ ഇന്ത്യയ്ക്ക് ലോകകപ്പ് കളിക്കാനാകുമെന്ന് മുൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ IM വിജയൻ. തന്റെ വിജയത്തിന് പിന്നിൽ അമ്മയും ഭാര്യയുമാണെന്നും IM വിജയൻ. തൃശൂർ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസിൽ ഭാര്യ രാജയോടൊത്ത് പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ഫുട്ബോൾ ഇതിഹാസം IM വിജയൻ. രാഷ്ട്രീയം സംഭവം സിനിമയിൽ എന്തായാലും അവർ വിളിച്ചു കഴിഞ്ഞാൽ മാക്സിമം പ്രൊഡ്യൂസറിന്റെ കാഴ്ച കളയാൻ വേണ്ടി മറ്റേ രാഷ്ട്രീയം എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്. ഞാനൊരു സ്പോർട്സ്മാനാണ്, ഒരു നാഷണൽ ഫിഗറാണ്. പക്ഷെ എനിക്ക് അത് നല്ലതല്ല. എനിക്ക് ഞാനൊരു ഫ്രീ ബാഡാണ്. എനിക്കിങ്ങനെ ഇങ്ങനെ ഇരുന്ന് നടക്കാൻ പറ്റില്ല. എനിക്ക് അങ്ങനെ അഹംഭാവമൊന്നുമില്ല. ഇപ്പോ ചേച്ചിക്ക് അതുപോലെ സച്ചിന് കൊടുത്ത പോലെ ഡയറക്റ്റ് സ്പോർട്സിന്റെ പേരിൽ ഒരു MP സ്ഥാനം തന്നെ ഞാൻ വേണ്ടെന്ന് വയ്ക്കുന്നില്ല. തീർച്ചയായിട്ടും ഞാൻ സ്വീകരിക്കരുത്. അതൊരു പാർട്ടിയല്ലായിരുന്നു. കാരണം ഒരു സ്പോർട്സ്മാനായിരുന്നു. ആകെ അറിയുന്ന പണി പന്തുകളിയാണ്. അതുമായി ചെന്നുപെട്ടത് കേരള പോലീസ് എന്ന പുലിമടയിൽ. കഴിവുറ്റ കളിക്കാരുള്ള പോലീസ് ടീമിന്റെ പിന്തുണയാണ് തനിക്ക് ആത്മവിശ്വാസവും വിജയവും നേടിത്തന്നത്. അർജുന അവാർഡിനെന്ന പോലെ പത്മശ്രീക്കും എല്ലാ തവണയും അപേക്ഷ നൽകാറുണ്ട്. കിട്ടുന്നതുവരെ അപേക്ഷിക്കുമെന്ന് തീരുമാനിച്ചിരുന്നു. വിരമിച്ചതിന് ശേഷം രാഷ്ട്രീയത്തിൽ ഒരു കൈ നോക്കുമോ എന്ന ചോദ്യത്തിന് തന്നെ കൊലയ്ക്ക് കൊടുക്കാനാണോ എന്നായിരുന്നു നർമ്മത്തിലുള്ള മറുചോദ്യം. ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഇല്ലാതെ എല്ലാവരുമായും നല്ല ബന്ധം തുടർന്ന് ഒരു സ്വതന്ത്ര പറവയെ പോലെ ജീവിക്കാനാണ് ഇഷ്ടം. സ്പോർട്സിന്റെ പേരിൽ ആരെങ്കിലും MP സ്ഥാനം തന്നാൽ സ്വീകരിക്കും. കിട്ടിയാൽ വേണ്ടെന്ന് പറയാൻ മാത്രമുള്ള അഹംഭാവം തനിക്കില്ലെന്നും താരം തമാശയായി പറഞ്ഞു. 1000 കോടി കൊടുത്താലും കിട്ടാത്ത അംഗീകാരം തനിക്ക് തന്നത് ഫുട്ബോളാണ്. അതിൻ്റെ പ്രശസ്തി താൻ എന്നും വിലമതിക്കും. ഇന്ത്യയിൽ ക്രിക്കറ്റിനോളം പ്രചാരമില്ലാത്ത ഫുട്ബോളിന് ISL വന്നത് ഏറെ ഗുണകരമായിട്ടുണ്ട്. മറ്റു രാജ്യക്കാരെ പോലെ കഴിവുള്ള ഫുട്ബോൾ കളിക്കാർ ഇവിടെയുമുണ്ട്. കഴിവുള്ള കുറച്ച് കുട്ടികളെ രാജ്യത്തിന് പുറത്തു കൊണ്ടുപോയി നല്ല പരിശീലനം നൽകിയാൽ വേൾഡ് കപ്പ് ഫുട്ബോളിൽ 25 വർഷത്തിനുള്ളിൽ നമുക്ക് കളിക്കാനാകും.
വലിയൊരു അഡ്വാൻറ്റേജാണ് നമ്മുടെ പിള്ളേർക്കായാലും. പഴമരല്ലോ ഇപ്പോൾ ഭയങ്കര ഡെവലപ്പ് ചെയ്ത് നല്ല കാശ് ഫെയിമുണ്ട്, കാശുണ്ട്. ഒരു ചെറിയൊരു പ്രായത്തിൽ കുറച്ച് കുട്ടികളെടുത്തിട്ട് പക്ഷെ നമ്മളെ അതിനുള്ള ഫണ്ട് ഉണ്ടാവണ്ടേ, എടുത്ത് പുറത്തൊക്കെ വിട്ട് നല്ലൊരു 10-40 പേരിനെ ചെറിയ കുട്ടികളൊക്കെ വിട്ട് പഠിപ്പും കാര്യങ്ങളൊക്കെ കൊടുത്ത് പുറത്തുള്ളവരൊക്കെ അങ്ങനെയാണ് ഇങ്ങനെ നല്ല നല്ല പ്ലേയേഴ്സിനെ അവരെടുത്ത് കൊണ്ടുകൊണ്ട് അവരുടെ PR കൊടുത്ത് എവിടെ ഏത് ടീമായാലും ഇപ്പോൾ ഫ്രാൻസ് ആയാലും ഇറ്റലി ആയാലും ഒക്കെ ചെയ്യാൻ പുറത്തുനിന്നുള്ള എടുത്ത് PR ഒക്കെ കൊടുത്ത് പിന്നെ അവരവിടെ കളിപ്പിക്കലാണ്. അത് അവര് നല്ല നല്ല നമ്മുടെ അവിടുത്തെ ടാലന്റ് കുറവൊന്നുമില്ല ഇന്ത്യയിൽ. പക്ഷെ അത് ലോകത്തിന് കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ട് മാത്രമല്ലോ. എന്നാൽ തീർച്ചയായും 10-25 വർഷത്തിനുള്ളിൽ ഇങ്ങനെ പോകാൻ വേൾഡ് കപ്പ് കളിക്കാം. ജോലിയിൽ നിന്ന് വിരമിച്ചാൽ ഫുട്ബോൾ അക്കാദമി തുടങ്ങാൻ പിന്തുണ നൽകാമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ ഉറപ്പു നൽകിയിട്ടുണ്ട്. അർജന്റീന ടീം കേരളത്തിൽ വരുന്നത് ഫുട്ബോൾ പ്രേമികളിൽ ഉണർവുണ്ടാക്കുമെന്നും വിജയൻ പറഞ്ഞു. പ്രസ് ക്ലബ് പ്രസിഡന്റ് MB ബാബു, സെക്രട്ടറി രഞ്ജിത്ത് ബാലൻ എന്നിവർ സംസാരിച്ചു. TCV ന്യൂസ്, തൃശൂർ. വിയ്യൂർ ജയിൽ പരിസരത്ത് ലഹരി പൊതിയുമായി പതുങ്ങിയിരുന്ന യുവാവിനെ പോലീസ് പിടികൂടി. ജയിലിൽ കഴിയുന്ന സുഹൃത്തിന് ലഹരി വസ്തുക്കളുടെ പൊതി എറിഞ്ഞുകൊടുക്കാൻ വന്ന യുവാവിനെയാണ് ജയിൽ അധികൃതർ കൈയോടെ പിടികൂടി പോലീസിന് കൈമാറിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കേരള അറബിക് മുൻഷീസ് അസോസിയേഷൻ 73ാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് തൃശൂർ ടൗൺ ഹാളിൽ സെമിനാർ സംഘടിപ്പിച്ചു. മാറിയ പാഠ്യപദ്ധതി 25 വർഷം കഴിയുമ്പോൾ നേട്ടമോ കോട്ടമോ എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ കുഞ്ഞുമുഹമ്മദ് പുലവത്ത് വിഷയാവതരണം നടത്തി. കേരള അറബിക് മുൻഷീസ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി KM ഗഫൂർ, KSTA ജില്ലാ കമ്മിറ്റി അംഗം സാജൻ ഇഗ്നേഷ്യസ്, KPSTA ജില്ലാ ഭാരവാഹി PK ജയപ്രകാശ്, KAMA ഭാരവാഹി PA അൻവർ തുടങ്ങിയവർ സംസാരിച്ചു. കുറുമാലിപ്പുഴയിൽ വേനൽക്കാലത്ത് നിർമ്മിക്കുന്ന താൽക്കാലിക മൺചിറകളുടെ നിർമ്മാണത്തിന് പ്ലാസ്റ്റിക് ചാക്കുകൾ ഉപയോഗിക്കുന്നത് വിലക്കിക്കൊണ്ടുള്ള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ് ജലരേഖയായി മാറി. ചിറകളുടെ നിർമ്മാണത്തിന് ഈ വർഷവും ഉപയോഗിച്ചത് ആയിരക്കണക്കിന് പ്ലാസ്റ്റിക് ചാക്കുകളാണ്. പുഴയോര പഞ്ചായത്തുകളിൽ വേനൽക്കാലത്ത് അനുഭവപ്പെടുന്ന ജലക്ഷാമത്തിന് പരിഹാരമായാണ് വർഷങ്ങളായി കുറുമാലിപ്പുഴയിൽ താൽക്കാലിക ചിറകൾ കെട്ടിവരുന്നത്. വരന്തരപ്പള്ളി, മറ്റത്തൂർ, പുതുക്കാട് പഞ്ചായത്തുകളിലെ ജലസേചനവും കുടിവെള്ള വിതരണവും സുഗമമാക്കാനും മേഖലയിലെ കിണറുകളിലും കുളങ്ങളിലും ജലവിധാനം നിലനിർത്താനും ലക്ഷ്യമിട്ടുകൊണ്ട് വേനൽക്കാലത്ത് 4 ഇടങ്ങളിലാണ് താൽക്കാലിക മൺചിറകൾ നിർമ്മിക്കുന്നത്. പണ്ട് ഈ താൽക്കാലിക ചിറകളുടെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരുന്നത് വൃക്ഷങ്ങളുടെ ചില്ലകളും മുളയും മണ്ണും മാത്രമായിരുന്നു. മണൽ ചാക്കുകളും ഇതിനായി ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ പൂർണ്ണമായും മണ്ണും മണലും നിറച്ച പ്ലാസ്റ്റിക് ചാക്കുകളാണ് ചിറകെട്ടാൻ ഉപയോഗിക്കുന്നത്. കുറുമാലിപ്പുഴയിലെ 4 തടയണകളിൽ പ്ലാസ്റ്റിക് ചാക്ക് ഉപയോഗിച്ചിട്ടാണ് വർഷാവർഷം ഇവർ ഇറിഗേഷൻ വകുപ്പ് തടയണ നിർമ്മിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാൻ മനുഷ്യാവകാശ കമ്മീഷന് പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനം 2 വർഷം മുന്നേ കമ്മീഷൻ്റെ ഉത്തരവുണ്ട്. പ്ലാസ്റ്റിക് ഒരു കാരണവശാലും ഉപയോഗിച്ച് ചിറ നിർമ്മാണം പാടില്ല എന്നും മറ്റ് എന്തെങ്കിലും സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ചിറ നിർമ്മിക്കാനാണ് അന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇറിഗേഷൻ വകുപ്പിന് കമ്മീഷൻ ഉത്തരവ് കൊടുത്തിരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാൻ ചാലക്കുടി താലൂക്ക് പരിഹാര അദാലത്തിൽ റവന്യൂ മിനിസ്റ്റർ K. രാജൻ അവരുടെ അടുത്ത് പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കളക്ടറെ വിളിച്ചു വരുത്തുകയും 2 ആഴ്ചയ്ക്കുള്ളിൽ ഇതിന് നടപടി സ്വീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ വർഷവും ജനുവരി 2ാം വാരത്തോടെ ചിറകളുടെ നിർമ്മാണം ഇറിഗേഷൻ അധികൃതർ പൂർത്തിയാക്കിയിട്ടുണ്ട്. മണലും മണ്ണും നിറച്ച ആയിരക്കണക്കിന് പ്ലാസ്റ്റിക് ചാക്കുകളാണ് ചിറ നിർമ്മാണത്തിനായി ഉപയോഗിച്ചത്. മഴക്കാലത്ത് ചിറകൾ പൊട്ടുമ്പോൾ ഈ പ്ലാസ്റ്റിക് ചാക്കുകൾ അത്രയും പുഴയുടെ അടിത്തട്ടിൽ അടിഞ്ഞുകൂടുന്നത് പുഴവെള്ളം മലിനമാകാൻ കാരണമാകുമെന്നാണ് പരിസ്ഥിതി പ്രവർത്തകരടക്കമുള്ളവർ ചൂണ്ടിക്കാട്ടുന്നത്. ഇക്കാര്യങ്ങൾ ഉന്നയിച്ച് മനുഷ്യാവകാശ പ്രവർത്തകൻ KG രവീന്ദ്രനാഥ് 2023 മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയിരുന്നു. ഇത് പരിഗണിച്ച കമ്മീഷൻ ചിറ നിർമ്മാണത്തിന് പ്ലാസ്റ്റിക് ചാക്കുകൾ ഒഴിവാക്കാനും ബദൽ സാധ്യതകൾ തേടാനും നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഈ നിർദ്ദേശങ്ങൾ അപ്പാടെ അവഗണിച്ചാണ് മേജർ ഇറിഗേഷൻ വകുപ്പ് കഴിഞ്ഞ വർഷവും ഇത്തവണയും കുറുമാലിപ്പുഴയിൽ ചിറ നിർമ്മാണം നടത്തിയതെന്ന് രവീന്ദ്രനാഥ് ആരോപിച്ചു. ഓരോ ചിറയിലും 10,000-കണക്കിന് ചാക്കുകളാണ് ഓരോ വർഷം പുറത്തു പോകുന്നത്. അപ്പോൾ ഇത് പുഴയെ മലിനമാക്കും. പിന്നെ അതുപോലെ തന്നെ ഈ ചിറയ്ക്ക് ഉപയോഗിക്കുന്നത് ഉണ്ടങ്കല്ലുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് മലിനീകരണ പ്രവൃത്തിയാണ് ഇവർ ചെയ്യുന്നത്. അത് പ്ലാസ്റ്റിക് തീർച്ചയായിട്ടും നിരോധിക്കപ്പെടേണ്ട ഒരു സംഗതിയാണ്. പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം നയമാക്കിയ സർക്കാർ ജനങ്ങളുടെ കുടിവെള്ളത്തിൽ പ്ലാസ്റ്റിക് കലരാനിടയാക്കുന്ന തരത്തിലുള്ള ചിറ നിർമ്മാണത്തിന് തടയിടണമെന്നാവശ്യപ്പെട്ട് താലൂക്ക് തല അദാലത്തിൽ പരാതി നൽകി കാത്തിരിക്കുകയാണ് KG രവീന്ദ്രനാഥ്. TCV കൊടകര.
തീരക്കടലിലെ സുരക്ഷാ പട്രോളിംഗിനിടെ മുനയ്ക്കക്കടവ് കോസ്റ്റൽ പോലീസ് നിയമം ലംഘിച്ച മത്സ്യബന്ധന ബോട്ട് കസ്റ്റഡിയിലെടുത്തു. തൊട്ടാപ്പ് ലൈറ്റ് ഹൌസ് ഭാഗത്ത് തീരത്തോട് ചേർന്ന് അനധികൃതമായി കരവലി നടത്തിയ മുനയ്ക്കക്കടവ് പള്ളിവളപ്പിൽ അബൂബക്കറിന്റെ ഓസ്പ്ര എന്ന ഫിഷിംഗ് ബോട്ടാണ് കസ്റ്റഡിയിൽ എടുത്ത് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘത്തിന് കൈമാറിയത്. 50,000 രൂപ പിഴ ഇനത്തിലും ബോട്ടിലെ മത്സ്യം വിറ്റ് ലഭിച്ച 2,600 രൂപയും ട്രഷറിയിൽ അടച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിരോധിച്ച മത്സ്യബന്ധന രീതിയാണ് കരവലി. മുനയ്ക്കക്കടവ് കോസ്റ്റൽ പോലീസ് ഇൻസ്പെക്ടർ ടി.പി. ഫർഷാദ്, തൃശൂർ ജില്ലാ ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സി. സീമ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘമാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത്. കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരത്ത് ഉണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റയാളുടെ കൈച്ചെയിൻ കാണാതായതിനെ ചൊല്ലി ക്യാൻസർ രോഗിയായ ഗൃഹനാഥനെ പോലീസ് മർദ്ദിച്ചതായി പരാതി. ടി.കെ.എസ്. പുരത്ത് ജ്യൂസ് കച്ചവടക്കാരനായ പടിഞ്ഞാറേവമ്പലൂർ സ്വദേശി പടിഞ്ഞാട്ടുപറമ്പിൽ ഉണ്ണിക്കുട്ടനാണ് കൊടുങ്ങല്ലൂർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്കെതിരെ ഡിവൈഎസ്പിക്ക് പരാതി നൽകിയത്. സ്വർണ്ണ കൈച്ചെയിൻ നഷ്ടപ്പെട്ടയാൾ ഉണ്ണിക്കുട്ടനുമായി സംസാരിക്കുന്നത് CCTV ദൃശ്യങ്ങളിലുണ്ടെന്നും പറഞ്ഞാണ് പോലീസ് ഇയാളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയതെന്ന് പറയുന്നു. തുടർന്ന് കണ്ടാലറിയാവുന്ന ചില പോലീസ് ഉദ്യോഗസ്ഥർ ചേർന്ന് തന്റെ കാൽവെള്ളയിൽ പലവട്ടം വടികൊണ്ടടിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി ഉണ്ണിക്കുട്ടൻ പറഞ്ഞു. കഴിഞ്ഞ 9 വർഷമായി തിരുവനന്തപുരം RCCയിൽ തൈറോയിഡ് ക്യാൻസറിനെ ചികിത്സ തേടിവരുന്ന തന്റെ രോഗവിവരം പറഞ്ഞിട്ടും പോലീസ് ഉദ്യോഗസ്ഥർ മർദ്ദനം തുടർന്നുവെന്നും ഉണ്ണിക്കുട്ടൻ പരാതിയിൽ പറയുന്നു. പിന്നീട് രാത്രി ബന്ധുക്കളുടെ ജാമ്യത്തിലാണ് വിട്ടയച്ചത്. ഉണ്ണിക്കുട്ടനെ അകാരണമായി കസ്റ്റഡിയിലെടുത്ത് മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ശ്രീനാരായണ ദർശനവേദി നേതൃത്വം ആവശ്യപ്പെട്ടു. കൊടുങ്ങല്ലൂരിൽ കോട്ടപ്പുറം പരിസര പ്രദേശത്ത് ബാവാസ് കാർ വാഷിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു കരിമ്പ് ജ്യൂസ് നടത്തുന്ന ഒരു സാധാരണ തൊഴിലാളിയായ വഴിയോര കച്ചവടക്കാരനായ ഉണ്ണിക്കുട്ടൻ എന്ന് പറഞ്ഞ വ്യക്തിയെ ജനുവരി 19 രാത്രി അവിടെ നടന്നൊരു ആക്സിഡൻ്റായിട്ട് ബന്ധപ്പെട്ട് ഒരു ബ്രേസ്ലെറ്റ് നഷ്ടപ്പെട്ടതായിട്ട് കേസായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് വിളിച്ചുകൊണ്ട് വരികയും ഒരാളത് എടുത്തു കൊണ്ടുപോകുന്നത് ഇയാളുടെ ദൃശ്യത്തിൽപ്പെട്ടു. അങ്ങനെയൊക്കെയുള്ള ഒരു സംശയത്തിൻ്റെ നിഴലിൽ അതിക്രൂരമായി മർദ്ദിക്കാനുണ്ടായത്. ന്യൂ ട്രിച്ചൂർ റൂറൽ ഡെവലപ്മെന്റ് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രവർത്തനോദ്ഘാടനവും പത്മഭൂഷൺ ജേതാവ് ശോഭനയ്ക്ക് ആദരവും കണ്ടശാംകടവ് ബോട്ട് ജെട്ടിയിൽ നടന്നു. 68 വർഷത്തെ സേവന പാരമ്പര്യവുമായി മുന്നേറുന്ന NTC ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പുതിയ സംരംഭമായ ന്യൂട്രിച്ചൂർ റൂറൽ ഡെവലപ്മെന്റ് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രവർത്തനോദ്ഘാടനവും NTC വനിതാ ഇരുചക്ര വാഹന വായ്പാ സ്കീമിന് അർഹരായ 100 വനിതകൾക്കുള്ള താക്കോൽദാനവുമാണ് കണ്ടശാംകടവ് ബോട്ട് ജെട്ടിയിൽ നടന്നത്. പ്രശസ്ത സിനിമാ താരവും NTC ബ്രാൻഡ് അംബാസിഡറും പത്മഭൂഷൺ ജേതാവുമായ ശോഭന ഉദ്ഘാടനം നിർവഹിച്ചു. NTC ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ വർഗീസ് ജോസ് ടി അധ്യക്ഷത വഹിച്ചു. മുരളി പെരുന്നെല്ലി MLA മുഖ്യാതിഥിയായി. പത്മഭൂഷൺ ലഭിച്ചതിന് ശേഷമുള്ള ശോഭനയുടെ ആദ്യ പൊതുപരിപാടിയായിരുന്നു കണ്ടശാംകടവിലേത്. അതുകൊണ്ട് തന്നെ NTCയുടെ നേതൃത്വത്തിൽ ശോഭനയ്ക്ക് വൻ സ്വീകരണമാണ് നൽകിയത്. NTC ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ വർഗീസ് ജോസ് ടി ശോഭനയെ ഹാരമണിയിച്ചു. ഡയറക്ടർ റോസ് വർഗീസ് പുരസ്കാര സമർപ്പണവും ജനറൽ മാനേജർ സിന്ധു ഉണ്ണികൃഷ്ണൻ പൊന്നാടയണിയിക്കലും നിർവഹിച്ചു. മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്ത്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ജോയ് പള്ളിക്കുന്നത്ത്, ന്യൂട്രിച്ചൂർ കമ്പനി ചെയർമാൻ KA ബോബൻ, NTC ഗ്രൂപ്പ് പ്ലാനിംഗ് മാനേജർ TK ദേവദാസ്, അസിസ്റ്റന്റ് വൈസ് പ്രസിഡന്റ് ബിനു ജോർജ്, HR മാനേജർ ഗിരീഷ് കുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. 1957 കണ്ടശാംകടവിൽ നിന്ന് ഒരു ചെറിയ ചിട്ടിക്കമ്പനിയുമായി പ്രവർത്തനം ആരംഭിച്ച NTC ഗ്രൂപ്പ് 8 ധനകാര്യ സ്ഥാപനങ്ങളും 80-ൽ പരം ശാഖകളും 650-ലധികം ജീവനക്കാരുമായി മുന്നേറുകയാണ്. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എക്സൈസ് കഞ്ചാവ് പിടികൂടി. ട്രെയിനിൽ നടത്തിയ പരിശോധനയിൽ ഷോൾഡർ ബാഗിൽ സൂക്ഷിച്ചിരുന്ന 3 കിലോ 400 ഗ്രാം കഞ്ചാവാണ് കണ്ടെത്തിയത്. പ്രതികളെ കണ്ടെത്താനായില്ല. വടക്കാഞ്ചേരി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ A. ജിജി പോളിന്റെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡിൽ എക്സൈസ് ഇൻസ്പെക്ടർ CP മധു, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ PA ഹരിദാസ്, AR സുരേഷ് കുമാർ, സിവിൽ എക്സൈസ് ഓഫീസർ പ്രശോഭ്, സിവിൽ എക്സൈസ് ഡ്രൈവർ PN പ്രദീപൻ എന്നിവർ പങ്കെടുത്തു. ചാവക്കാട് മണത്തല നേർച്ചയ്ക്കിടെ പോലീസുകാരനെ കയ്യേറ്റം ചെയ്തയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പൊള്ളാക്ക് ഷഹീറിനെയാണ് ചാവക്കാട് SHO VV വിമലിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. നേർച്ചയ്ക്ക് തെക്കേ ബൈപ്പാസിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരനെ കയ്യേറ്റം ചെയ്യുകയും അസഭ്യം പറയുകയും ഫോൺ തട്ടിപ്പറിക്കുകയും ചെയ്ത സംഭവത്തിലാണ് അറസ്റ്റ്.
അസോസിയേഷൻ ഓഫ് അഗ്രികൾച്ചറൽ ഓഫീസേഴ്സ് കേരളയുടെ തൃശൂർ ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ സാഹിത്യ അക്കാദമിയിൽ പി ജയചന്ദ്രൻ അനുസ്മരണം സംഘടിപ്പിച്ചു. കർണാടക സംഗീതജ്ഞൻ ഡോക്ടർ ശ്രീവത്സൻ ജെ മേനോൻ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ഓഫ് അഗ്രികൾച്ചറൽ ഓഫീസേഴ്സ് കേരള ജില്ലാ പ്രസിഡന്റ് പി ഡി സത്യവർമ്മ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി പ്രശാന്ത് അരവിന്ദ് കുമാർ, സംസ്ഥാന പ്രസിഡന്റ് ജോർജ് ടി എബ്രഹാം, ജില്ലാ ട്രഷറർ പി സി സജന, കൾച്ചറൽ കമ്മിറ്റി കൺവീനർ സി ആർ രാഗേഷ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് അഗ്രി ഓഫീസേഴ്സ് വേദി കൾച്ചറൽ ക്ലബ്ബ് അംഗങ്ങൾ അവതരിപ്പിച്ച ജയചന്ദ്ര ഗീതങ്ങൾ അരങ്ങേറി. നിരോധിത പുകയില ഉൽപ്പന്നമായ ഹാൻസ് വിൽപ്പന നടത്തുന്നവർ പിടിയിൽ. കൊടുങ്ങല്ലൂർ ലോകമല്ലേശ്വരം കുഴിക്കണ്ടത്തിൽ സിയാദ്, പടിഞ്ഞാറെ വെമ്പല്ലൂർ ചാണാടിക്കൽ സന്ദീപ് എന്നിവരെയാണ് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത്. സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് പടിഞ്ഞാറെ വെമ്പല്ലൂർ അമ്പലനടയിൽ നടത്തിയ വാഹന പരിശോധനയിൽ സിയാദ് ഓടിച്ചിരുന്ന കാറിൽ നിന്നും 130 പാക്കറ്റ് ഹാൻസും 18,010 രൂപയും കണ്ടെത്തി. സ്കൂട്ടർ യാത്രക്കാരനായ സന്ദീപിന്റെ പക്കൽ നിന്നും 60 പാക്കറ്റ് ഹാൻസും പിടിച്ചെടുത്തു. മതിലകം SHO ഷാജി, SI രമ്യ, പ്രൊബേഷൻ SI സഹദ്, ASIമാരായ പ്രജീഷ്, ഷൈജു, സ്പെഷ്യൽ ബ്രാഞ്ച് SI മുഹമ്മദ് അഷ്റഫ് എന്നിവരടങ്ങിയ സംഘമാണ് ഹാൻസ് വിൽപ്പനക്കാരെ പിടികൂടിയത്. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7,560 രൂപ, പവന് 60,480 രൂപ, വെള്ളി ഗ്രാമിന് 98 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,311 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. മാള ഡി സോൺ കലോത്സവത്തിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ 3 KSU പ്രവർത്തകർ റിമാൻഡിൽ. KSU ക്രിമിനൽ സംഘങ്ങളെ, വിദ്യാർത്ഥികളെ അണിനിരത്തി നേരിടുമെന്ന് SFI അഖിലേന്ത്യാ പ്രസിഡന്റ് സാനു. ഡി സോൺ കലോത്സവത്തിലെ അക്രമം CPM ജില്ലാ നേതൃത്വത്തിന്റെ അറിവോടെയാണെന്ന് കോൺഗ്രസ്. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അപ്രതീക്ഷിതമായി വൈദ്യുതി നിലച്ചതുമൂലം പോസ്റ്റ്മോർട്ടം മണിക്കൂറുകളോളം വൈകി. KSEBയുടെ ഭൂഗർഭ കേബിൾ പൊട്ടിയതാണ് വൈദ്യുതി നിലയ്ക്കാൻ കാരണം. കൊറിയർ വഴി വിവിധ സംസ്ഥാനങ്ങളിലേക്ക് കഞ്ചാവ് കടത്തിയ മുഖ്യപ്രതിയെ തൃശൂർ സിറ്റി പോലീസ് ലഹരി വിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു. മുംബൈ സ്വദേശി യോഗേഷ് ഗണപത് റാങ്കഡയാണ് അറസ്റ്റിലായത്. കുട്ടനെല്ലൂരിൽ പ്രണയത്തിൽ നിന്നും പിന്മാറിയതിന് യുവാവ് പെൺകുട്ടിയുടെ വീട്ടിലെത്തി തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു. കണ്ണാറ സ്വദേശി അർജുൻ ലാലാണ് മരിച്ചത്. ബഹിരാകാശ രംഗത്ത് പുതുചരിത്രമെഴുതി ഇന്ത്യ. ISROയുടെ 100ാം വിക്ഷേപണം വിജയകരം. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.